നമസ്കാരം ഉദ്യോഗാർത്ഥികളെ, പുതിയ SSCRTയുടെ കേരള ജോഗ്രഫിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇതില് ആകെ കേരള ജോഗ്രഫിയിൽ ഒരു 2 ലെസൺ ആണ് വരുന്നത് കേട്ടോ. ഒന്നാമത്തെ ലെസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കേരളത്തിലെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ലെസൺ ആണ്. ഈ രണ്ടാമത്തെ ലെസൺ കിടക്കുന്നത് ബയോളജിയിലാണ് കിടക്കുന്നത്. പക്ഷെ അത് കൃഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൃഷി പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ജോഗ്രഫിയിൽ വരുന്നതാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ലെസൺ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാനിതൊന്ന് ഓടിച്ച് വായിച്ചു തരാം. ഇതിലും കണ്ടന്റ് വരുന്നത് അപ്പൊ കൃഷിയുടെ വിജയഗാഥകളെ കുറിച്ചിട്ട്, അതുപോലെ സ്ഥലപരിമിതികളും വളപ്രയോഗങ്ങളും നാടൻ പച്ചക്കറികളുടെ പ്രാധാന്യം, എങ്ങനെയാണ് ഇന്നത്തെ കൃഷി രീതികളെ കുറിച്ചിട്ടും വരൾച്ചയെ കുറിച്ചിട്ടും കീടനിയന്ത്രണങ്ങളെ കുറിച്ചിട്ടും സംയോജിത കൃഷികളെ കുറിച്ചിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പൊ കൃഷിയിൽ പുതുവഴിയിൽ തെരഞ്ഞെടുക്കുവാൻ യുവ കർഷകരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അപ്പോ നമുക്കറിയാം യുവാക്കൾ വരണല്ലേ കർഷകത്തിലേക്ക്, എന്ത് ചെയ്യണം, യുവാക്കൾ വരണം. അപ്പൊ അതിന് എന്താണ്, കൃഷി ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും എന്താണ്, പ്രതിസന്ധികളും അല്ലെ? കാരണം അവരൊക്കെ കൃഷിയിൽ നിന്നും മാറിയിട്ട് മറ്റു തൊഴിലുകളിലേക്ക് ഏർപ്പെടുകയാണ് അല്ലെ? കൃഷിയിലേക്കുള്ള വരവ് കുറവാണ്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ തന്നെ എന്താ? ഈ കൃഷിയിൽ ഉണ്ടാകുന്ന ലാഭമില്ലായ്മയാണ് അല്ലെ? അപ്പൊ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ. ഒന്നാമത് കാലാവസ്ഥ അല്ലെ? പിന്നെന്താ, സ്ഥലപരിമിതി, കാർഷിക തൊഴിലാളികളുടെ കുറവ്, കീടബാധ, രോഗബാധ, ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ്, ഇടനിലക്കാരുടെ ചൂഷണം, ശാസ്ത്രീയമായ രീതി, അറിവും പരിചയമില്ലായ്മ, ജലദൗർലഭ്യം, മികച്ച നടീൽ വസ്തുക്കളുടെ അഭാവം, ഇതൊക്കെ എന്താണ്, യുവതലമുറയെ കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, കൃഷി ലാഭകരമാക്കാൻ എന്തെല്ലാം സാധ്യതയാണ്? അധ്വാന ഭാരം ലഘൂകരിക്കുവാനുള്ള ലഘുയന്ത്രങ്ങളുടെ സഹായമുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ബ്രാൻഡിംഗ് ചെയ്തുള്ള വിപണനം, വിഷരഹിത പച്ചക്കറി നാടൻ ഇനങ്ങളും നേരിട്ടെത്തിക്കൽ, ഓൺലൈൻ വിപണന സാധ്യതകൾ, പഴവർഗ്ഗ സംസ്കരണം, ജൈവവള നിർമ്മാണം, കൃഷിക്കായി സൗരോർജ്ജ പ്രയോജനപ്പെടുത്തൽ മുതലായവയാണ്. ഇനി നൂതന കാർഷിക സംരംഭം തുടങ്ങുന്നവർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ലഭിക്കുക? ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു കാർഷിക സംരംഭം തുടങ്ങാനുണ്ടെങ്കിൽ എന്തെല്ലാം സഹായം ലഭിക്കും എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഓൺലൈൻ സംവിധാനം ഉണ്ട്. അതുപോലെ സഹകരണ സംഘങ്ങൾ നമ്മളെ സഹായിക്കും, കുടുംബാംഗങ്ങൾ സഹായിക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കും. ആ ഓൺലൈൻ സംവിധാനത്തിൽ വരുന്നതാണ് രോഗകീടബാധ പ്രശ്ന പരിഹാരത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഓൺലൈൻ വഴി സാമ്പത്തിക സഹായങ്ങള്, കാലാവസ്ഥ മാറ്റം നമുക്കറിയാം അല്ലെ? കാലാവസ്ഥാ മാറ്റങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ വിപണനത്തിന് എവിടെയാണ് ഇതിന്റെ ഇപ്പോ ആവശ്യക്കാർ എവിടെയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്തെങ്കിലും സംശയ നിവാരണത്തിന്. അതുപോലെ സഹകരണ സംഘങ്ങൾ എങ്ങനെ സഹായിക്കും? ഇപ്പൊ നെല്ല് അവര് സഹകരണ സംഘങ്ങളിൽ സംഭരിക്കുന്നത്, സംഭരണം അവർ തന്നെ വിപണനം നടത്തും. കുറഞ്ഞ വിലയിൽ വളം നമുക്ക് ലഭ്യമാക്കി തരും. സാമ്പത്തിക സഹായമൊക്കെ സഹകരണ സംഘങ്ങൾ നൽകും. ഇനി കുടുംബാംഗങ്ങൾ നമ്മളെ സാമ്പത്തികമായി സഹായിക്കും, കായിക അധ്വാനത്തിൽ സഹകരിക്കും, പ്രോത്സാഹനങ്ങൾ തരും. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കും, സബ്സിഡി, ലോണ്, അവാർഡ് പോലുള്ള അംഗീകാരങ്ങളൊക്കെ നൽകുന്നു. ഇനി കൃഷിഭവൻ എന്താ സഹായിക്കുക? നടീൽ വസ്തുക്കൾ ലഭ്യമാക്കും, പരിശീലനങ്ങൾ തരും, ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കും അല്ലെ? പിന്നെ സ്ഥലപരിമിതികൾ മറികടക്കാൻ ഉപയോഗപ്പെടുത്തുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം നമുക്ക് ചാക്കിൽ കൃഷി ചെയ്യാം അല്ലെ? പെറ്റ് ബോട്ടിൽ കൃഷി ചെയ്യാം, ചെടിച്ചട്ടിയിൽ, ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം, ടെറസിൽ കൃഷി ചെയ്യാം, അക്വാപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ചാക്കിലും പെറ്റ് ബോട്ടിലെയും ചെടിച്ചട്ടി, ഗ്രോ ബാഗിലെയും ടെറസിലെയും കൃഷിക്ക് എന്ത് വേണം? മണ്ണ് ആവശ്യമാണ്. അതുപോലെ ചട്ടി, ബോട്ടില്, ചാക്ക്, സൂര്യപ്രകാശം, മഴ എന്നിവയ്ക്കനുസരിച്ച് സ്ഥാനം മാറ്റി വെക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലെ? അക്വാപോണിക്സിന് എന്ത് ആവശ്യമില്ല? മണ്ണ് ആവശ്യമില്ല. പെറ്റ് ബോട്ടിലുകൾ തൂക്കിയിട്ടിട്ട് കൃഷി നടത്താം. ടെറസിലെ കൃഷിയെ മണ്ണൊലിപ്പ് ബാധിക്കില്ല, ധാരാളം സൂര്യപ്രകാശം ലഭിക്കും. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺക്രീറ്റിന് കേടുവരും അല്ലെ? വാർപ്പിന്റെ മേലേക്ക് വെക്കുന്ന സമയത്ത് കോൺക്രീറ്റിന് കേടുവരും. അതേപോലെ വെർട്ടിക്കൽ ഫാമിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ്? വളരെ കുറച്ച് സ്ഥലം മതി, പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിലും ഇത് എന്ത് ചെയ്യാം? പ്രാവർത്തികമാക്കാനായിട്ട് പറ്റും. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യതയൊക്കെ വെർട്ടിക്കൽ ഫാമിന്റെ സാധ്യതകളാണ്. കൃത്രിമമായ വെളിച്ചം ഒരുക്കി കൃഷി നടത്താം. ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശം പോലും പ്രയോജനപ്പെടുത്താം. മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ പോലുള്ള ഒരുക്കം. കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം. തിരിനന, തുള്ളിനന പോലുള്ളവ ഇതിൽ സ്വീകരിക്കാം. പ്രാരംഭ ചെലവ് കൂടുമെങ്കിലും പിന്നീട് ചെലവ് ഗണ്യമായിട്ട് വരില്ല. അടുത്ത നമുക്ക് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളാണ്. ഏതൊക്കെയാണ്? മാക്രോ ന്യൂട്രിയന്റുകളും മൈക്രോ ന്യൂട്രിയന്റുകളും കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് വായിച്ചു വിട്ടത് കേട്ടോ.
അപ്പൊ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളിലാണ് മാക്രോ ന്യൂട്രിയന്റും മൈക്രോ ന്യൂട്രിയന്റും. ആ മാക്രോ ന്യൂട്രിയന്റ് ആണ് എന്താ കൂടിയ അളവിൽ ആവശ്യമായ സസ്യപോഷകങ്ങൾ, അതായത് നൈട്രജനും പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നിവയാണ് മാക്രോ ന്യൂട്രിയന്റ്. ചോദ്യം വരും കേട്ടോ, മാക്രോ ബയോളജിയിൽ കയറി വരാം അല്ലെങ്കിൽ ജോഗ്രഫിയിൽ കയറി വരാം. അപ്പൊ മാക്രോ ന്യൂട്രിയന്റുകൾക്ക് ഉദാഹരണം പറയുമ്പോൾ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ആണ്. എന്നാൽ മൈക്രോയോ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ സസ്യപോഷകങ്ങൾ. മാക്രോ എന്ന് പറയുമ്പോൾ വളരെ കൂടിയ അളവിൽ, ഇവിടെ വളരെ കുറഞ്ഞത്. ബേരിയം ബോറോൺ സിങ്ക് കോപ്പർ മാംഗനീസ് ഇരുമ്പ് മോളിബിഡിനം ക്ലോറിൻ നിക്കൽ തുടങ്ങിയവയൊക്കെ മൈക്രോ ന്യൂട്രിയന്റുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൃഷി ചെയ്യുന്ന ലീഫ് കളർ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിളകളിൽ നൈട്രജന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ചിലപ്പോൾ ചോദ്യം വരാം കേട്ടോ. കൃഷി ചെയ്യുന്നവർ ലീഫ് കളർ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്താ ചോദിച്ചാൽ വിളകളിൽ നൈട്രജന്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. കടും പച്ച നിറമാണ് ഇലകൾക്കെങ്കിൽ ആവശ്യത്തിന് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇളം പച്ച നിറം നൈട്രജന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു. വളപ്രയോഗത്തിന്റെ ആവശ്യകത എന്താണ്? വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കൊടുത്താൽ മതി. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, അതൊക്കെ നമുക്ക് അറിയും. ഇനി വിവിധ തരം വിളകൾ നോക്കിക്കേ. ജൈവവളം ഉപയോഗിച്ചിട്ട് അല്ലെ വളങ്ങളുണ്ട് അല്ലെ, അതുപോലെ ജീവാണു വളമുണ്ട്, കൃത്രിമ രാസവളമുണ്ട്, അതുപോലെ തന്നെ നാനോ വളമുണ്ട് അല്ലെ. അപ്പോ ഇവിടെ ജൈവവളത്തിന് ഉദാഹരണങ്ങളാണ് കമ്പോസ്റ്റ്, കാലിവളം, കോഴിവളം, ചാരം, എല്ലിപ്പൊടി. ഇതൊക്കെ എന്താ ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ എന്റെ ഗുണങ്ങൾ, ജൈവവളം പറയുമ്പോൾ എപ്പോഴും നല്ല എന്താണ് ക്വാളിറ്റിയിൽ ഫസ്റ്റ് നിൽക്കും അല്ലെ. മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യൂ. നമുക്ക് സ്വയം തയ്യാറാക്കാം. ജൈവമാലിന്യ സംസ്കരണ പ്രക്രിയക്ക് സഹായകം, പരിസര മലിനീകരണം ഒഴിവാക്കുന്നു, വിഘാടകർ സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങൾക്ക് മാത്രമേ ലഭ്യമാവൂ. ഇതിന് കാലതാമസം എടുക്കും, പോഷക ഘടകങ്ങൾ കുറവായിരിക്കും. ഇനി റൈസോബിയം എന്താണ് അസോസ്പെറില്ലം മൈക്രോറൈസ അടങ്ങിയ വളങ്ങളാണ് ജീവാണു വളങ്ങൾക്ക് ഉദാഹരണം. ചിലപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ വരും. ജീവാണു വളങ്ങൾക്ക് താഴെ ഉദാഹരണം ഏതെന്നൊക്കെ ചോദിക്കുമ്പോൾ റൈസോബിയം അസോസ്പെറില്ലം മൈക്രോറൈസ അടങ്ങിയ വളങ്ങളാണ് ജീവാണു വളത്തിന് ഉദാഹരണം. മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കൊന്നും ദോഷം ചെയ്യില്ല, ചെലവ് കുറവാണ്, ഓരോ മൂലകത്തിനും പ്രത്യേകം ജീവാണുക്കൾ വേണ്ടിവരും, എല്ലാ പോഷകങ്ങളും പ്രദാനം ചെയ്യുന്ന ജീവാണുക്കൾ ലഭ്യമല്ല. അടുത്തത് കൃത്രിമ രാസവളം. ഏതാ? യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ് അല്ലെ, അമോണിയം സൾഫേറ്റ്. യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ് കേട്ടോ. യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് അമോണിയം സൾഫേറ്റ്. സസ്യങ്ങൾക്ക് എളുപ്പം ആഗിരണം ചെയ്യാൻ കഴിയുന്നു. മണ്ണ് പരിശോധിച്ച് ആവശ്യമായ മൂലകങ്ങൾക്കുള്ളവ മാത്രം നൽകാം, അതുവഴി ചെലവ് കുറയ്ക്കാം. അമിത പ്രയോഗം മണ്ണിന്റെ ഘടനയെ ബാധിക്കുന്നു, വിഘാടകരുടെ വളർച്ച ഇല്ലാതാക്കുന്നു, ചെലവ് കൂടാം. എന്നാൽ നാനോ വളമാണ് നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. സസ്യങ്ങൾക്ക് എളുപ്പം ആഗിരണം ചെയ്യാം, ചുരുങ്ങിയ അളവിൽ മതിയാകും, വിഘാടകർക്ക് ദോഷവും ഉൽപ്പാദനച്ചെലവ് കൂടുതലാണ്. ഈ നാടൻ പച്ചക്കറികളുടെ പ്രാധാന്യം ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പോഷക ഗുണമുള്ളവയാണ്, പ്രാദേശിക പരിസ്ഥിതിയോടെ ഇടങ്ങി വളരും, കാലാവസ്ഥ മാറ്റം അതിജീവിക്കും, സ്വാഭാവികമായ പ്രതിരോധമുള്ളതിനാൽ ചെലവ് വളരെ കുറവാണ്, പ്രാണികളെ നിലനിർത്തുന്നതിനാൽ പ്രകൃതിയുടെ സഹായം. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിക്കാട്ടോ, ഇതൊക്കെ ഒന്ന് വായിച്ചില്ല. ഇവിടെ ടിഷ്യൂ കൾച്ചർ, ജനിതകമാറ്റം വരുത്തിയുണ്ടാക്കുന്ന GM വിളകൾ എന്നിവ ചോദ്യം വരാൻ സാധ്യതയില്ല. ഇതിൽ നിന്ന് കൂടുതലൊന്നും നമുക്ക് അങ്ങനെ പഠിക്കാനില്ല, പക്ഷെ അതിൽ നമുക്കൊരു ലെസൺ വരുന്നത് കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രമാണ് കേട്ടോ. സസ്യകലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിലിട്ട മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതയുള്ള ധാരാളം സസ്യങ്ങളെ ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. പ്രീവിയസ് ചോദ്യമായി ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ കൾച്ചറെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സസ്യകലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിലിട്ട് മാതൃസസ്യത്തിന്റെ അതേ, ഇങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടോ, മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ ആണ്. ഇനി എന്താണ് GM വിള നോക്കിക്കേ. ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ജീനുകളിൽ മാറ്റം വരുത്തി നമുക്ക് ആവശ്യമായ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉള്ളവയെ രൂപപ്പെടുത്തിയെടുക്കുന്നവയാണ് GM വിളകൾ എന്ന് പറയുന്നത്. ഇവ കീടരോഗബാധയെ ചെറുക്കുന്നു, ആവശ്യ പോഷകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ കീടബാധ ചെറുക്കുന്ന പരുത്തി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വൈറ്റമിൻ A അടങ്ങിയ നെല്ലിനങ്ങള്. GM വിളകൾ തദ്ദേശീയ ഇനങ്ങൾക്ക് ഭീഷണിയായേക്കാം, ഇവ ആരോഗ്യത്തിന് ദോഷകരം അല്ല. ഇനി പ്രതികൂല കാലാവസ്ഥയിൽ ജലനഷ്ടം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. വരൾച്ചയുള്ളപ്പോൾ തുള്ളിനന, തിരിനന, പുതിയിട മുതലായവ പ്രയോഗത്തിൽ വരുത്തുക. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ ഉതകുന്ന സംവിധാനമാണ് ലതാഗു കേട്ടോ.
ചോദ്യങ്ങൾ ഇങ്ങനെ വന്നപ്പോ അറിയില്ല അല്ലെ. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ ഉതകുന്ന സംവിധാനം ഏതാ എന്ന് ചോദിച്ചാൽ അത് ലതാഗൃഹമാണ്. എന്താ, പ്ലാസ്റ്റിക്, നൈലോണ്, പോളിയെത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ലതാഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയും. ഇനി എന്താ തുള്ളിനന, തിരിനന, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജലത്തെ തുള്ളികളായി പടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ്. ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. ഇനി തിരിനന എന്താ, പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സുകളിൽ നിന്ന് ചെടികളുടെ പടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ്. തുള്ളി നനയേക്കാൾ കുറച്ചു ജലമേ തിരിനനയിൽ വേണ്ടിവരും. ഇനി എന്താ, പുതിയിടൽ, കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത് തടയുന്നതിനാൽ ബാഷ്പീകരണം വഴിയുള്ള ജലനഷ്ടം കുറയ്ക്കാൻ കഴിയും. കളകളുടെ വളർച്ച തടയാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കാനും ഇതിലൂടെ കഴിയും. നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാമാണ്? നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? കീടങ്ങളെ കായത്തുരപ്പൻ, ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ. ഇവിടെ നോക്കിക്കേ, വല, കെണി മുതലായവ ഉപയോഗിക്കുക കേട്ടോ. കീടങ്ങളെ നിയന്ത്രിക്കാനൊക്കെ മിത്രകീടങ്ങളെ ഉപയോഗിക്കാം, കീടനാശിനി പ്രയോഗിക്കാം. കീടങ്ങളെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് അതിനനുസരിച്ചുള്ള കൃഷി ചെയ്യാം. ഇനി എന്താണ് സംയോജിത കീടനിയന്ത്രണം? കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറച്ച് യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിയുള്ള വിത്തിനങ്ങളെ കൃഷി എന്നിവ നിയന്ത്രിക്കുന്ന സംവിധാനം രീതിയാണ് സംയോജിത കീട നിയന്ത്രണം. ഓക്കെ. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. സംയോജിതം അല്ലെ, എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികളെയും മത്സ്യങ്ങളെയും മൃഗങ്ങൾ, വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വിവിധ തരം കൃഷികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ കൃഷികളൊക്കെ നമുക്കറിയാം. ഇനി കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? എല്ലാ സീസണുകളിലും ഭക്ഷ്യലഭ്യതയും വരുമാനവും ഉറപ്പാക്കാം. കുടുംബാംഗങ്ങൾക്ക് വൈവിധ്യമാർന്ന പോഷകങ്ങൾ, ഉപോൽപ്പന്നം മറ്റൊന്നിന് വളമായോ തീറ്റയായിട്ട് ഉപയോഗിക്കാം. സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും അലങ്കാര മത്സ്യകൃഷി, ഓമന മൃഗങ്ങളെ വളർത്താം, കൃഷി, ഉദ്യാന കൃഷിയൊക്കെ ചെയ്യാം. ഇനി സ്മാർട്ട് ഫാമിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നത് സ്മാർട്ട് ഫാമിംഗ് ആണ് അല്ലെ. ആധുനികമാണ്, സ്മാർട്ട് ടെക്നോളജി അല്ലെ. അപ്പൊ ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയൊക്കെയാണ്? AI ഉപയോഗിക്കാം, അതുപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെ, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് ഒക്കെ എന്താണ് ഇതിൽ സമന്വയിപ്പിക്കാം. കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, അതുപോലെ ഡ്രോണുകൾ, AI ക്യാമറ എന്നിവ വഴി വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നമുക്കറിയാം. ഇപ്പൊ ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട് കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതി ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നിവ സ്മാർട്ട് ആക്കാനുള്ള മാർഗം എന്താണ്? ഓക്കെ. പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന ഹൈഡ്രോപോണിക്സ് എന്ന് പഠിക്കുന്നത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന ഹൈഡ്രോപോണിക്സും മണ്ണിലതെ വായുവിൽ തൂക്കിയിട്ട് വളർത്തുന്ന എയറോപോണിക്സും പ്രീവിയസ് ചോദ്യമാണ്. സെൻസറുകളുടെ സഹായത്തോടെ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുന്നു. ഇനി ഭൗമസൂചിക പദവി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. പാലക്കാട് മട്ടയരിക്ക് ലഭിച്ചിട്ടുണ്ട്, മലബാർ കുരുമുളകിന് ലഭിച്ചിട്ടുണ്ട്, കുറ്റ്യാട്ടൂർ മാങ്ങയ്ക്ക്, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിക്ക്, തിരൂർ വെറ്റില മുതലായവ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ 2 ലെസൺ ആണ് കേരള ജോഗ്രഫിയിലുള്ളത്. അപ്പൊ ഇത് ബയോളജിയിലാണ് ഈ ലെസൺ കിടക്കുന്നത്. പക്ഷെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കൃഷി രീതികളൊക്കെ ആയതുകൊണ്ടാണ് അത് ഇതിലേക്ക് വരുന്നത് കേട്ടോ. ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ. ഓക്കെ. അപ്പൊ കേരള ജോഗ്രഫി നമ്മൾ കഴിഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞു കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ 5 മുതൽ 10 വരെ പുതിയ SCERT വരുന്ന എല്ലാ ലെസണും ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോ കേരള ജോഗ്രഫി എന്ത് ചെയ്തു? കേരള ജോഗ്രഫി നമ്മൾ പുതിയ SCERT കംപ്ലീറ്റ് ആയി. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് ആയി. ബയോളജിയിൽ ഒരു 13 or 15 ലെസൺ എടുത്തു വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ 13 or 15 ലെസൺ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി നാളെ എന്ത് ചെയ്യാം? നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് കടക്കണോ എക്കണോമിക്സ് വേണോ എന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫി വേണോ എക്കണോമിക്സ് വേണോ എന്ന് താഴെ കമന്റ് ചെയ്യാം. ക്ലാസ്സിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഓക്കെ.